ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഭക്തന്മാർ ആത്മാവ് ലയിച്ച ഗാനങ്ങൾ ഇന്നും കാലേവനിക്കുള്ളിൽ മറയാതെ നിലനിൽക്കുന്നു. കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും വേദനയിലും ഈ ഗാനങ്ങൾ മനുഷ്യഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്നു. ഇങ്ങനെയുള്ള ഒരു ഗാനമത്രേ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം രചിച്ചത് ഇന്ന് നിത്യയിൽ വിശ്രമിക്കുന്ന വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയാണ്. ഇന്നത്തെ ജീവിത സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മണ്ണിൽ സുവിശേഷത്തിന് കാഹളം മുഴക്കിയ ഒരു ദൈവദാസനായിരുന്നു ഫിലിപ്പോസ് ഉപദേശി. 6 അടി ഉയരവും അതിനൊത്ത ശരീരപുഷ്ടിയുമുള്ള വെള്ളദസ്ത്രധാരിയായിരുന്നു അദ്ദേഹം. 2 മുണ്ടും 2 ക്ലാസ് വിദ്യാഭ്യാസവും ഉള്ള ഉപദേശി ചുണ്ടിൽ മായാത്ത ചിരിയുമായി വേദപുസ്തകം സൂക്ഷിക്കുന്ന തോൾസഞ്ചിയും ധരിച്ച് ദേശമെങ്ങും സുവിശേഷത്തിൻ്റെ സാക്ഷിയായി. 1943 വലിയ വെള്ളപ്പൊക്കം. തിമിർത്തി പെയ്യുന്ന മഴയിൽ നദികളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു. പത്തനംതിട്ട ജില്ലയിൽ കൂടെ ഒഴുകുന്ന കുമ്പഴയാറിൻ്റെ കരയിൽ സുവിശേഷ യോഗത്തിന് പോകേണ്ട ഉപദേശി കടുത്തവെള്ളം കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുവനായി. ചെറുപ്പക്കാരനായ കടത്തുകാരൻ വള്ളം കരയോട് അടുപ്പിച്ചു. ശക്തമായ ഒഴുക്ക്, താഴെ ഭയങ്കരമായ ചൊഴി. ആളുകൾ കയറി വള്ളം നിറഞ്ഞു. ചെറുപ്പക്കാരനായ വള്ളക്കാരനെ നോക്കി ഉപദേശി ഇങ്ങനെ ചോദിച്ചു, മോനെ, നീ മാത്രം മതിയോ തുഴയാൻ? പെട്ടെന്ന് തോണിക്കാരൻ്റെ ഭാവം മാറി. പരിഹാസത്തോടെ തലഹങ്കാരത്തോടെ ഇങ്ങനെ പറഞ്ഞു, താൻ അവിടെ ഇരുന്നാൽ മതി, പിന്നെ ഉപദേശിക്കുക. പിന്നെ ഉപദേശി മിണ്ടിയില്ല. വള്ളം കരവിട്ടു. ചില നാളുകൾക്ക് മുമ്പ് അവിടെ വള്ളം മുങ്ങിയതും ചിലർ വെള്ളത്തെ കാണതും ഒക്കെ അദ്ദേഹം ഓർത്തു. നദിയുടെ നടുക്ക് എത്തിയതും വള്ളത്തിന് നിയന്ത്രണം വിട്ട് താഴോട്ട് വെള്ളം ഒഴുകാൻ തുടങ്ങി. ചുഴയിലേക്ക് അടുക്കും തോറും കൂട്ട നിലവിളി ഉയർന്നു. പരിഹസിച്ച വള്ളക്കാരൻ പരിഭ്രമിച്ചിരിപ്പായി. രക്ഷപ്പെടാമെന്ന ആശ ആർക്കും ഇല്ലാതെയായി. എന്നാൽ അതിന് നടുവിൽ ശാന്തനായി ഉപദേശിയിരുന്നു. പരിശുദ്ധാത്മാവ് ഒരു വേദശകലം ഹൃദയത്തിൽ നൽകി. അത് യെശയ്യാപ്രവചനം 43 അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളായിരുന്നു. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജാലം നിന്നെ ദീപിക്കുകയില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിപാലനമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഈ വചനം ധ്യാനിച്ചുകൊണ്ട് ഉപദേശിച്ചിരുന്നു. മരണഭീതിയോടെ ഇരിക്കുന്നവർ മരണഫല ഭയമില്ലാതിരിക്കുന്ന ഉപദേശിയുടെ മുഖം കണ്ടു. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറാത്ത വാർത്തയുറപ്പുള്ള ഉപദേശി വെള്ളത്തിന്മേൽ കാലടികൾ വെച്ച് പടയിൽ അണഞ്ഞ് ശിഷ്യഗണങ്ങളെ ആശ്വസിപ്പിച്ച കർത്താവ് എന്നോട് കൂടെ ഉണ്ട് എന്ന ചിന്തയാൽ ധൈര്യവാനായിരുന്നു. അദ്ദേഹം നദിയിലേക്ക് നോക്കി ഇങ്ങനെ പാടുവാൻ തുടങ്ങി. ഈ വാരിധീൻ വൻതിരയിൻ തള്ളലേറ്റ് ഞാൻ മുങ്ങിടാതെ പ്രിയൻ എൻ്റെ ബോട്ടിലുണ്ടല്ലോ. ഗാനം പാടിയൻ നാട്ടിലെത്തണേ. മരണത്തെയും ഭയപ്പെടാതെ പാട്ടുപാടുന്ന അത്ഭുത മനുഷ്യനെ അവർ നോക്കി നിൽക്കുമ്പോൾ അക്കരെ നാടിനെ അടുത്ത് കണ്ട നിമിഷത്തിൽ എത്രയും വേഗം കർത്താവിനെ കാണാമെന്ന പ്രത്യാശയാൽ താൻ വീണ്ടും ഇങ്ങനെ പാടി. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തത് എനിക്ക് എത്ര ആനന്ദം, എൻ്റെ പ്രിയനെ ഒന്ന് കാണുക. ഉപദേശി പാട്ടുപാടുന്നു. വള്ളത്തിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നത് കരയിൽ നിന്ന ആൾക്കാർ കേട്ടു. നദിക്കരയിൽ ഓടിക്കൂടിയ ആളുകൾ വടക്കേറിഞ്ഞു കൊടുത്ത് വള്ളം കരയ്ക്ക് അടുപ്പിച്ചു. ദൈവം തൻ്റെ ദാസനായ പൗലോസിനെയും കൂടെയുള്ളവരെയും കാത്ത് സൂക്ഷിച്ചതുപോലെ ഫിലിപ്പോസ് ഉപദേശിയെയും സഹയാത്രക്കാരെയും രക്ഷിച്ചു. കരക്കിറങ്ങി നന്ദി നിറഞ്ഞ ഹൃദയവുമായി യോഗാനന്തരം വീട്ടിലെത്തി ജീവനുള്ള കാലമെല്ലാം ഈ കർത്താവിൽ തന്നെ ആശ്രയിക്കുമെന്ന് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട്
ഗാനത്തിൻ്റെ ആദ്യ വരികൾ ഇങ്ങനെ എഴുതി ചേർത്തു: വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വളരെ പ്രശസ്തമായ ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ, എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ തുടങ്ങിയ ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതപ്പടകിന് നേരെ കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോൾ മുങ്ങിപ്പോകാതെ നാഥൻ കരങ്ങളിൽ താങ്ങും. നമ്മുടെ ജീവിതമാം പടകിൽ നാഥനുണ്ടെങ്കിൽ നാം ഭയപ്പെടുന്നത് എന്തിന്? ഈ ജീവിതത്തോണി അക്കരെ എത്തിക്കുവാൻ നാഥൻ മതിയായവനാണ്. നമുക്കും ഇങ്ങനെ പാടാം: വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. നാടാകെ നടന്ന് കർത്താവിൻ്റെ വേല ചെയ്ത ദൈവദാസൻ നീതിയും സൂര്യൻ്റെ മുഖം കണ്ട് ആനന്ദിപ്പാനും ജീവകിരീടം ധരിച്ച് പ്രിയനോട് കൂടെ തേജസ്സണിഞ്ഞ് വെളിപ്പെടാനുമായി 1985 സെപ്റ്റംബർ 25 85 വർഷത്തെ ജീവിതാനുഭവം കടന്ന ഒടുവിൽ ഇരുൾ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും അക്കരയ്ക്ക് യാത്രയായി. നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുതലിൽ ഓരോ ദിവസവും നമുക്ക് ആശ്രയം വയ്ക്കാം.